കടലിലേക്കുള്ള പുറപ്പാട്. ഞാൻ 1632 യോർക്ക് നഗരത്തിലാണ് ജനിച്ചത്. ബ്രെമനിൽ നിന്നുള്ള ഒരു വിദേശിയായിരുന്നു എൻ്റെ അച്ഛൻ. അമ്മയുടെ കുടുംബപ്പേര് റോബിൻസൺ എന്നായിരുന്നു. എനിക്ക് റോബിൻസൺ ക്രൂട്സ്ന എന്ന് പേരിട്ടു. പക്ഷേ ഇംഗ്ലീഷുകാരുടെ സ്വാഭാവികമായ ഉച്ചാരണഭേദം കാരണം ഞങ്ങൾ ക്രമേണ ക്രൂസോ എന്ന് വിളിക്കപ്പെട്ടു. എനിക്ക് 18 വയസ്സായപ്പോഴേക്കും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ നിയമം പഠിക്കാനോ അമ്മ ആഗ്രഹിച്ചതുപോലെ കുടുംബ ബിസിനസിന്റെ ഭാഗമാകാനോ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വിശാലമായ കടലിലൂടെ യാത്ര ചെയ്യാനും ലോകം ചുറ്റിക്കാണാനും മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അച്ഛൻ എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ പറയുന്നത് കേൾക്കൂ. കടലിൽ ജീവിച്ചതുകൊണ്ട് ഒന്നും നേടാനാവില്ല. അത് നിനക്ക് വലിയ നിരാശയും കഷ്ടപ്പാടും മാത്രമേ നേടിത്തരൂ. എന്റെ മനസ്സ് മാറ്റാൻ അച്ഛനാവതും ശ്രമിച്ചു. കരഞ്ഞും കർക്കശമായും കാലുപിടിച്ചും അപേക്ഷിച്ചും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് അല്പം ഫലം കണ്ടു. എന്റെ മനസ്സൊന്നുലഞ്ഞു. തൽക്കാലത്തേക്ക് ഞാൻ ആ പദ്ധതി ഉപേക്ഷിച്ചു. കടലിൽ യാത്രക്കാർ നേരിടുന്ന അപകടങ്ങൾ, കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ, കൊടുങ്കാറ്റും കടൽക്ഷോഭങ്ങളും എല്ലാം മാതാപിതാക്കളെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരിത്രയ്ക്കും ശക്തമായി എന്നെ തടഞ്ഞത്. പക്ഷേ അധികനാൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമായിരുന്നില്ല. മനസ്സിൽ പതിയെ കടൽ തെളിഞ്ഞു തുടങ്ങി. യോർക്ക്ഷയറിലെ ജീവിതം മെല്ലെ നീങ്ങി. അങ്ങനെ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. ഒരു ദിവസം ഹൾ തുറമുഖത്ത് അലസമായി നിൽക്കുന്നതിനിടയിൽ പഴയ സ്നേഹിതനെ കണ്ടുമുട്ടി. അവന്റെ അച്ഛൻ ഒരു കപ്പിത്താനായിരുന്നു. ലണ്ടനിലേക്കുള്ള ഒരു ചെറിയ യാത്രയിലേക്ക് അവരെന്നെയും ക്ഷണിച്ചു. സുഹൃത്തു പറഞ്ഞു, ഈ യാത്രയ്ക്ക് നീ പൈസയൊന്നും തരണ്ട. മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനമായിരുന്നു അത്. നിരസിക്കാതിരിക്കാൻ എനിക്കായില്ല. അങ്ങനെ 1651 സെപ്റ്റംബർ 1-ാം തീയതി വീട്ടുകാരറിയാതെ റോബിൻസൺ ക്രൂസോ എന്ന് ഞാൻ എന്റെ കന്നിയാത്ര ആരംഭിച്ചു. എന്റെ ജീവിതത്തിലെ നിർണായകമായ യാത്രയുടെ തുടക്കം. അതത്ര എളുപ്പമുള്ളതായിരുന്നില്ല. കപ്പൽ ഹാർബർ വിട്ടതോടെ ദുരിതങ്ങൾ പെയ്തിറങ്ങി തുടങ്ങി. ശക്തമായ കാറ്റ്, ഭീതജനകമായ തിരമാലകൾ. ആദ്യത്തെ യാത്രയായതുകൊണ്ട് ശാരീരികവും മാനസികവുമായി ഞാൻ തളർന്നുപോയി. ദൈവമേ, എന്തപരാധമാണീ ചെയ്തത്? കുറ്റബോധത്തോടെ അച്ഛനെയും അമ്മയെയും ഓർത്തു. ഇത് ദൈവകോപം തന്നെ. അവരെ അറിയിക്കാതെ പോന്നതിന്റെ ശിക്ഷ തന്നെ. അച്ഛന്റെ ഉപദേശവും അമ്മയുടെ കണ്ണീരും മനോമുഖരത്തിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ചു. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ആഫ്രിക്കയുടെ ദൂരതീരങ്ങളിലേക്കും തെക്കേ അമേരിക്കയിലേക്കും കരീബിയൻ ദ്വീപുകളിലേക്കും വരെ നീളുന്ന യാത്രകളുടെ തുടക്കമായിരുന്നു അത്. ആ യാത്ര എനിക്കൊരു വലിയ പാഠമായിരുന്നു. ക്യാപ്റ്റന്റെ ശിക്ഷണത്തിൽ ഞാൻ കടലിലെ കാര്യങ്ങളിൽ അതീവ സമർത്ഥനായിത്തീർന്നു. ഞാൻ ഗണിതവും നാവിക നിയമങ്ങളും പഠിച്ചു. കപ്പലിന്റെ സഞ്ചാരപഥം കണക്കാക്കാനും നിരീക്ഷണം നടത്താനും ഞാൻ പരിശീലിച്ചു. എന്നെ സീ സിക്നസിന് അടിമയാക്കിയ കൊടുങ്കാറ്റുകളെ ഞാൻ അതിജീവിച്ചു. കടലിലെ കൊടുങ്കാറ്റ് എത്രത്തോളം ഭയാനകമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കപ്പലും അതിലെ ജോലിക്കാരും കറുത്തിരുണ്ട മേഘങ്ങളുടെയും കാറ്റിന്റെയും കരുണയിൽ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയങ്ങളിൽ, ദൈവമേ, എന്നെ രക്ഷിക്കൂ, ഇനിയൊരിക്കലും ഞാൻ കടലിലേക്ക് വരില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ കരകണ്ടയുടനെ ആ ഭയം അസ്തമിച്ചു. അടുത്ത യാത്രയിൽ ഞാൻ ആഫ്രിക്കൻ തീരങ്ങളിലേക്കാണ് പോയത്. ഇത്തവണ ഞാൻ ഒരു നാവികൻ മാത്രമല്ല, ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു. ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ ആഫ്രിക്കയിലെ തദ്ദേശീയർക്ക് വിറ്റ് നല്ല ലാഭം നേടി. എന്നാൽ മടക്കയാത്രയിൽ ഞങ്ങളുടെ കപ്പൽ കടൽ കൊള്ളക്കാർ ആക്രമിച്ചു കീഴടക്കിയപ്പോൾ ഞാൻ യഥാർത്ഥ ഭയം എന്താണെന്നറിഞ്ഞു. കൊള്ളത്തലവന്റെ അടിമയായി എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. എന്നാൽ ഭാഗ്യവശാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ചെറിയ മീൻപിടുത്ത വള്ളത്തിൽ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. തെക്കേ അമേരിക്കയിലെ ബ്രസീലിലേക്ക് പോവുകയായിരുന്ന ഒരു പോർച്ചുഗീസ് കപ്പൽ
ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഞാൻ അവരോടൊപ്പം ബ്രസീലിലെത്തി. അവിടെ ഒരു പഞ്ചസാര തോട്ടത്തിൽ ജോലി ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായി ഒരു തോട്ടം വാങ്ങാനുള്ള പണം ഞാൻ സമ്പാദിച്ചു. എന്റെ പഞ്ചസാരത്തോട്ടം വളരെ വിജയകരമായി നടന്നു. ബ്രസീലിലെ താമസത്തിനിടയിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളെയും ലഭിച്ചു. തോട്ടം വികസിച്ചപ്പോൾ കഠിനാധ്വാനം ചെയ്യാൻ കൂടുതൽ അടിമകളെ ആവശ്യമായി വന്നു. ആഫ്രിക്കയിലെ തദ്ദേശീയരുമായി ഇടപഴകി ശീലമുള്ളതിനാൽ അടിമകളെ കൊണ്ടുവരാൻ ആഫ്രിക്കയിലേക്ക് പോകാൻ മറ്റ് തോട്ടം ഉടമകൾ എന്നോട് ആവശ്യപ്പെട്ടു. അവർ അഭ്യർത്ഥിച്ചു, ഞങ്ങൾക്ക് കൂടുതൽ വേലക്കാരെ കിട്ടിയാൽ ലാഭം വർദ്ധിപ്പിക്കാം. നിനക്കാണ് ഇതിന് ഏറ്റവും അനുയോജ്യനായ ആൾ. സമ്പന്നമായ ആ തോട്ടം ബിസിനസ് ഉപേക്ഷിച്ച് വീണ്ടും പ്രക്ഷുബ്ധമായ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നത് വലിയൊരു സാഹസികതയും വിഡ്ഢിത്തവുമായിരുന്നു. എങ്കിലും ഞാനതിന് തയ്യാറെടുത്തു. ഞാൻ മടങ്ങി വരും വരെ തോട്ടം നോക്കി നടത്തണം എന്ന് വിശ്വസ്തരായ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു. ഞാൻ വീൽ എഴുതി വെച്ചു. 1659 സെപ്റ്റംബർ 1 ഞാൻ ബ്രസീലിലെ സാവോ സാൽവഡോറിൽ നിന്ന് കപ്പൽ കയറി. കൃത്യം 8 വർഷം മുൻപ് ഇതേ ദിവസമാണ് ഞാൻ ഹള്ളിൽ നിന്ന് എൻ്റെ ആദ്യ യാത്ര തുടങ്ങിയതെന്ന് അപ്പോൾ ഞാൻ ഓർത്തു. എൻ്റെ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസികതയിലേക്കാണ് ഞാൻ കപ്പൽ നീക്കുന്നതെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല.